Hi guys, it's me Carvox XD. ഗൈസ് നമ്മുടെ പുത്തൻ ബസ്സിൽ നമ്മൾ പുത്തൻ ട്രിപ്പ് പോകാൻ പോവാണ്. നമ്മുടെ ആദ്യത്തെ ട്രിപ്പാണ്. എല്ലാവരും നമ്മളിവിടെ ബസ്സും കൊണ്ട് വന്ന് ഇട്ടേക്കുക. തൊട്ടപ്പുറത്ത് ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. നമുക്ക് ബസ് എടുക്കാം. കണ്ടോ അവിടെ ആൾക്കാരൊക്കെ നിറഞ്ഞ ആവേശത്തോടെ ഇരിക്കുന്നുണ്ട് പുത്തൻ ബസ്സിൽ കയറാനായിട്ട്. ഗൈസ് നമുക്ക് ഇത് നമ്മുടെ ബസ് എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുക കേട്ടോ. നമുക്ക് പയ്യെ അങ്ങോട്ട് എടുത്തേക്കാം. ഗൈസ് ആൾക്കാരൊക്കെ വോക്കലിടണമെന്നുണ്ട്, പക്ഷെ വോക്കലില്ലെന്നേ ഉള്ളൂ. ഗൈസ് നമുക്കിനി വോക്കൽ ട്യൂൺ ചെയ്യണം. ഗൈസ് ആൾക്കാർ ആവേശത്തോടെ കയറുന്നുണ്ടായിരുന്നു. നമുക്കങ്ങ് പോയേക്കാം. നമുക്കിനി കുറേ ഡിസ്റ്റൻസ് പോകാനുണ്ട്. ഗൈസ് നമ്മളിപ്പോൾ കൊച്ചിയിലാണ് നിൽക്കുന്നത്. നമുക്കങ്ങ് പോയേക്കാം. ഇവിടെ വലിയൊരു വളവാന്ന് തോന്നുന്നു. അവിടെ ഒരു ബസ്സും കൊണ്ടിട്ടേക്കുന്നു. നമ്മളതിനി എങ്ങനെ വളക്കെടുക്കും? റോഡിലല്ലാത്തോണ്ട് ഭാഗ്യം. ഗൈസ് നമ്മുടെ വണ്ടി അടുത്ത വീഡിയോയിലായിട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ കളർ അടിക്കും. ഗൈസ് ഏത് കളർ ഇതിന് മാച്ച് ആവുമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളത് ഉറപ്പായിട്ട് അടിക്കുന്നതായിരിക്കും. അത് ഗൈസ് നമുക്ക് ഫ്ലൈ ഓവറിൻ്റെ വഴി കൂടാണ് പോകേണ്ടത്. ഗൈസ് നമുക്ക് കോയമ്പത്തൂർ വരെയാണ് പോകേണ്ടത്. നല്ല ഡിസ്റ്റൻസ് ഉണ്ട് അത്യാവശ്യം. ഗൈസ് നമുക്ക് പോവാം. ഗൈസ് നമ്മളിന്ന് രാത്രിയില്ല കേട്ടോ എടുത്തേക്കുന്നത്. ഏകദേശം ഒരു രാവിലെ ആവറായി ഒരു 3 മണി ഇത്ര ആയി. കൂടുതൽ ട്രക്കായിരിക്കും മിക്കവാറും കൂടുതലുള്ളത്. അതുകൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ല. ഗൈസ് ഹൈവേ ചെന്നിട്ട് കാണാം. ഗൈസ് നമ്മൾ കുറേ നേരം ഓടിച്ച് ലാസ്റ്റ് ഹൈവേ കയറിയിട്ടുണ്ടായിരുന്നു. നമുക്കിനി പറപ്പിച്ച് വിടാം. ഗൈസ് നമുക്ക് ഇനി ഡീസൽ ഒന്ന് അടയ്ക്കണം. കുറച്ചേ ഉള്ളൂ, കുറച്ച് ദൂരം പോകാനുള്ളതല്ലേ. നമുക്ക് ഫുൾ ടാങ്ക് അടിച്ചിട്ട് അങ്ങ് പോവാം. ഒരു പെട്രോൾ പമ്പ് കാണുന്നുണ്ട്. നേച്ചിന് അങ്ങോട്ടങ്ങ് കയറിയേക്കാം. ഗൈസ് ഈ ഇവിടെ നിൽക്കുന്ന സ്റ്റാഫ് എന്തൊക്കെയോ പറയുന്നു. നമുക്ക് ഫുൾ ടാങ്ക് അടിക്കാൻ പറയും. പുറയിലൊരു വണ്ടി വന്നിരിക്കുന്നു. അതവിടെ കയറി ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി അങ്ങ് പോയേക്കാം. ഗൈസ് ഭയങ്കര പാടാണ് കേട്ടോ. ഈ സൈഡിലൊക്കെ ഇടിച്ചാൽ അത് പൊട്ടിത്തെറിക്കും എന്നുള്ള പേടി വരെ ഉണ്ട്. ഇത് ചെയ്യാന് പെട്രോൾ പമ്പായി പോയില്ലേ. നമുക്കിനി ഹൈവേ കൂടെ അങ്ങ് പോയേക്കാം. ഗൈസ് നമുക്കിനി പറപ്പിച്ച് വീഴണം. കുറേ ദൂരമുണ്ട്. നമുക്ക് ആൾക്കാർക്ക് പാട്ടിട്ട് കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കത് സഹായിക്കാൻ പറ്റത്തില്ല. ഗൈസ് നമ്മുടെ ബസ്സിൻ്റെ സ്പീക്കറിനൊന്നും ഒരു ടൂണൊന്നുമില്ല. എല്ലാം ഭയങ്കര അരപ്പാന്നാണ് തോന്നുന്നത്. നമ്മളന്ന് പാട്ടിട്ടൊക്കെ നോക്കിയായിരുന്നു. ഭയങ്കര അരപ്പ. നമുക്കിനി ആ ടൂണൊക്കെ ചെയ്ത് സെറ്റപ്പാക്കി അപ്പുറത്ത് വിളയിൽ നിൽക്കുന്നവർക്ക് വരെ കേൾക്കാൻ പറ്റണം. ഇത്രയും നമ്മൾ പോക്കല്ലാക്കും. ഗൈസ് ഈ നെക്സോണും സ്കോർപ്പിയോയും ഭയങ്കര ശല്യമായല്ലോ. കയറ്റി വിടുന്നില്ല. പോലീസുകാരൻ കയറിപ്പോന്നു. ഗൈസ് നമുക്ക് മാന്യന്മാരാവാം, അല്ലെങ്കിൽ അവർ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. പോലീസുകാർ ബ്രേക്ക് പിടിച്ചു തന്നെന്ന് തോന്നുന്നു. നെക്സോണ് മുമ്പിൽ കയറിപ്പോയി. സ്കോർപ്പിയോ പൊട്ടിച്ചു. ഇവരെന്തോ ഇത് ഏത് റോഡാണ് ഈ വഴി കൂടെ പോകണ്ടേ? ഇവിടെ എല്ലാം ബാനർ കൊണ്ടുവച്ച് വണ്ടി കഴിയുന്ന ഇരിക്കുവാണെങ്കിൽ ബോഡിയൊക്കെ ഇളകിപ്പോയി. നമ്മുടെ ബോഡി അതിൻ്റെ നല്ല സ്ട്രോങ് ആണ്. എന്നാലും ചളിങ്ങിയാൽ പിന്നെ ശരിയാക്കണം. ഫസ്റ്റ് ട്രിപ്പിൽ നല്ല അടിപൊളിയായിരിക്കും. ഇടിച്ച് കളഞ്ഞ് ഇവിടെ നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട്. നമ്മൾ പ്രോ റൈഡർ. ഫ്രണ്ടിൽ 2 വണ്ടി 3 വണ്ടിയുണ്ട്. എല്ലാ എണ്ണം വട്ടം ചാടിക്കും. സൈഡിൽ കൂടെ ആൾക്കാരൊക്കെ നടന്നു. രാത്രി കണ്ണ് ഉറങ്ങിക്കൂടും. ഇവിടെ റൂം എടുക്കാൻ മതിയായിരിക്കും.
നടുക്കൊക്കെ ബാനറുണ്ട് വെട്ടം ഇല്ലെങ്കിൽ ആൾ കാണത്ത പോലും ഇല്ല. വണ്ടി ഒന്ന് ഇടിച്ച് അഞ്ചാറ് ഗൈസ് നമുക്ക് വേണ്ടി ഒരു പേഴ്സണൽ വണ്ടി വാങ്ങി. നമ്മൾ ആദ്യം ചേസ് എടുക്കാൻ പോയപ്പോൾ നമ്മുടെ ഒരു ഫോർച്യൂണർ ഉണ്ടായിരുന്നു, പക്ഷെ അത് കൂട്ടുകാരൻ്റെ. നമുക്കൊരു നല്ലൊരു വണ്ടി വാങ്ങിക്കണം. അത് നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ വാങ്ങിക്കണമെന്നാണ് ആഗ്രഹം, വേറെ സ്ഥലത്ത് പോകണമെന്നില്ല. ഗൈസ് പോലീസുകാരന്മാർ പോകുന്നു. അയ്യോ പേടിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വെട്ടം കൂടുതൽ MBD വന്നാൽ പിന്നെ പൊക്കി. ടോപ്പ് ലൈറ്റ് എല്ലാം ഉണ്ട് നമ്മുടെ അതിനകത്ത്. വോക്കൽ മാത്രമേ. ഗൈസ് വോക്കൽ വെക്കണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് ഏത് കളർ അടിക്കണമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഗൈസ് നമ്മൾ വിചാരിച്ച് രാത്രി ടൂർ പോകണമെങ്കിൽ ഒറ്റ വണ്ടി പോലും കാണത്തില്ല. ഇത് ചറപറ വണ്ടികൾ. ഇത് വണ്ടികളായത് മൂട്ടകൾ പോകുന്ന പോലെ വണ്ടികൾ. നമ്മുടെ വണ്ടി അതിനകത്ത് ഏറ്റവും വലിയ. ഗൈസ് ഇവിടെ നമ്മൾ പറപ്പിച്ച് വിടുകയാണ്. ഇനി നമുക്ക് കുറേ ഡിസ്റ്റൻസ് പോകാനുണ്ട്. ഇവിടെ പാലമൊക്കെ എത്തി. ഗൈസ് നമ്മളിപ്പോൾ പാലക്കാടായി. കൊച്ചി കഴിഞ്ഞ് ഇനി പാലക്കാട്. അതിന് ഈ സ്ഥലമൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ ടൂർ പോയത്. ഗൈസ് നമ്മൾ കുറേ നേരം ഓടി 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 ഇവിടെ കോയമ്പത്തൂർ എത്തി കേട്ടോ ഗൈസ്. കുറേ നേരം ഓടി 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 ഇവിടെ എത്തി. ഗൈസ് നമുക്കിനി അങ്ങോട്ടങ്ങ് പോയേക്കാം. ഗൈസ് ഇത് ചെറിയ റോഡാണ്, വലിയ റോഡ് വരുവാണെങ്കിൽ നമുക്ക് പറപ്പിച്ചൂടെ. ഇത് ഫ്രണ്ടിൽ വണ്ടി വന്നാൽ പിന്നെ ഇടിച്ചു. ഗൈസ് ഇവിടെ ചെറിയൊരു വലിയ 2-way റോഡായിരുന്നു. നമുക്ക് ഗൈസ് ഇവിടെ 4 വഴി കാണുന്നു, അല്ല 3 വഴി. എങ്ങോട്ട് പോകണമെന്ന് ആർക്കറിയാം. നേരെ പോയേക്കാം. അങ്ങോട്ടാന്ന് തോന്നുന്നു. ഗൈസ് അയ്യോ പേടിച്ചതിന് എന്തോ ചെയ്യാന്. ഗൈസ് നമുക്ക് അങ്ങോട്ട് പോയേക്കാം. മണ്ടയിൽ എന്ത് ഫ്ലൈ ഓവർ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ് റോഡിൽ സിഗ്നലായി ഗൈസ്. നമ്മൾ കുറച്ച് നേരം എടുക്കണം, എന്നാലേ പറ്റും. ഗൈസ് കുറേ ഒന്നൊരു വണ്ടി ഇടിച്ച് ഗൈസ്. ഗൈസ് എന്തുവാ നമ്മൾ മര്യാദയ്ക്ക് നമ്മുടെ വണ്ടിയുടെ പുറകെ ഒന്ന് ഒരുത്ത ഇടിച്ച് നമുക്കൊരു ഇടി കൊടുത്തല്ലേ. വണ്ടി നമ്മുടെ വണ്ടി കളഞ്ഞിട്ട് നമ്മൾ ചെറിയ 2-3 ഇടി അങ്ങ് കൊടുത്തിട്ടുണ്ട്. അവൻ തെറിച്ചു. നമുക്കങ്ങ് പോയേക്കാം. ഇനി MBD ഒക്കെ വന്നിട്ട്, അല്ല പോലീസുകാർ വന്നിട്ട് പണി വാങ്ങും. കൂടെ MBD കൂടെ വന്നാൽ അടിപൊളിയാവും. ഗൈസ് ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ടോ നേരെയല്ലല്ലോ. നേരെയല്ല, ഓക്കെ റൈറ്റാന്ന് തോന്നുന്നു. ഗൈസ് ഈ വഴി അങ്ങ് പോയേക്കാം. നമ്മൾ സ്ഥലത്തെത്താറായെന്ന് തോന്നുന്നു. ഇവരൊക്കെ എന്തോത്തിനാണോ ഇങ്ങനെ ചെറിയ ചെറിയ സ്ഥലത്തൊക്കെ പോകുന്നത്. വലിയ അടിപൊളി മൂന്നാറോ ഊട്ടിയോ കൊടൈക്കനാലോ എല്ലാം പോകണ്ടേ. ഞങ്ങൾക്കല്ല പൈസ കിട്ടിയേനെ. ഗൈസ് നമ്മൾ സ്ഥലം എത്താറായിട്ടുണ്ട്. ഗൈസ് ഇവര് പോകുന്നത് ഫുള്ള് ബസ് സ്റ്റാൻഡ്. എന്തോത്തിനാണ് ഈ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ എന്തോ കാണാനിരിക്കുന്നു. ഗൈസ് ഇവിടുന്ന് വളച്ചെടുക്കണം. ഗൈസ് ഇനി അവിടുന്ന് വേറെ ബസ് കയറി പോകാനാണോ എന്നും അറിയത്തില്ല. ഗൈസ് ഇവിടെ കുറേ ബസ്സൊക്കെ കിടക്കുന്നു. ഈ ബസ്സിൽ കയറി പോകുന്നതായിരിക്കും. ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ